പ്രിയരെ നമസ്കാരം. അഞ്ഞൂറ്റിമംഗലം പ്രദേശത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഭരണങ്ങാനം പഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ മീനച്ചിൽ താലൂക്കിൽപ്പെട്ട അഞ്ഞൂറ്റിമംഗലം പ്രദേശത്താണ്. ഇവിടെ തൊട്ട് പുറയിൽ കാണുന്നതാണ് ഫ്ലൈവുഡ് ഫാക്ടറി. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിൻ്റെ നേരെ താഴത്തെ ഭാഗമാണ്. നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിൻ്റെ നേരെ താഴത്തെ ഭാഗമാണ്. നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. അനുബന്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഔട്ട്സൈഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സിജിയെ, ഈ പ്രദേശം മൊത്തം ഈ രീതിയിലാണെങ്കിലും നശിപ്പിക്കുമല്ലോ ഇവരെ? നശിപ്പിക്കും. ഇവിടെയൊക്കെ എന്ത് വീടുകളാണ് എനിക്ക്. ഇത് 1 കിലോമീറ്റർ ചുറ്റളവിൽ 10-600 വീടുകളുണ്ടെന്നല്ലേ നമുക്ക്? 600ഓളം വീടുകളുണ്ടെന്നാണ് പറഞ്ഞു. ഇത്രയും ജനവാസ മേഖലയിൽ തിങ്ങിപ്പാർക്കുന്നത്. വേനക്കും വെള്ളം പറ്റാത്ത അരുവിയാണ് ഇവിടുത്തെ. അത് മലിനമാകും. ഈ ജനം മൊത്തം എങ്ങോട്ട് പോകും? മീനച്ചിൽ താലൂക്കിൽ 44ഓളം ഫ്ലൈവുഡ് ഫാക്ടറികൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അനുബന്ധ പ്രവൃത്തികൾ ഇതുപോലെ ഈ കാണുന്ന പോലെ തന്നെയുള്ള പ്രവൃത്തികൾ അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു അറിവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ സമയം 5:45. പ്രവൃത്തികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സൈഡിൽ കൂടി തോടുണ്ടല്ലേ സിജെ? തോടുണ്ട്. കാണാൻ മേലെ നമ്മുടെ ഈ നാട് ഏകദേശം ഈ ഭരണങ്ങാനം എന്ന് പറഞ്ഞ പ്രദേശം മൊത്തം ഇവർ നശിപ്പിച്ച് കളഞ്ഞ് അടങ്ങൂളല്ലേ? തീർച്ചയായിട്ടും. ഒരു ചാനലുകാർ പോലും ഇവിടെ ചർച്ചയ്ക്കായിട്ട് വരുന്നില്ലല്ലോ സിജി, എന്താ കാരണം? ചാനലുകാർ പോയിട്ട് ഒറ്റ മനുഷ്യൻ വരുന്നില്ല. എല്ലാവർക്കും കിട്ടാനുള്ള കിട്ടി ബോധിച്ചോ എന്നൊരു സംശയമുണ്ട്. കാരണം വേറെ ആർക്കും ഒന്നും അറിയത്തില്ല. ഭയങ്കര സ്പീഡിലാണ് വർക്കുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലേ? ഏകദേശം 2 ഏക്കർ 85 സെൻറ്റ് സ്ഥലമോളം ഇവർ വാങ്ങി. അതോ ഈ തൊട്ട് താഴെ തണ്ണീർത്തടമാണിത്. ഇതുണ്ടോ? ഇത് കണ്ടോ? ഇതൊരു കണ്ടമാണ്. ഇപ്പോൾ വെച്ചോണ്ടിരുന്ന കണ്ടോന്ന് തോന്നുന്നല്ലേ? വെച്ചോണ്ടിരുന്നാന്ന് ആ മെമ്പർ പറഞ്ഞു. കണ്ടോ? അതിൻ്റെ ഓണർ അവിടെ നിൽക്കുന്നതെന്ന് തോന്നുന്നല്ലേ? അതെ അതെ. ഒരു കാറിൻ്റെ 2 കാറ് കിടപ്പുണ്ട് അവിടെ. ജനങ്ങൾ വളരെ ഭീതിയിലാണെന്ന് പറയാം അല്ലേ? പിന്നെ 4 മലയുടെ ഇടയ്ക്ക് പറഞ്ഞാൽ ഇത്ര കുഴിമ്പിക്കൊണ്ട് ഒരു ഫ്ലൈറ്റ് ഫാക്ടറി തുടങ്ങുക, അതിനുള്ള അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് ഈ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ? ദ്രോഹമല്ല, അനീതിയാണിത്. കാരണം ഇവിടുന്ന് പോകണ പുക മാലിന്യം ഇവിടെ തന്നെ വീഴും. പഞ്ചായത്തിനൊന്നും യാതൊരു റൈറ്റും ഇല്ല. ഇവർ പറഞ്ഞ അക്ഷയ വഴി ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് ഓൾറെഡി ഇത് സാക്ഷനായി കിട്ടുമെന്നാണ് പറഞ്ഞത്. അതിനുള്ള എല്ലാ അംഗീകാരവും സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. ഗവൺമെൻറ് പുതിയ നിയമം ഉണ്ടാക്കി, കമ്പനികൾക്ക് വേണ്ടിയിട്ട് പുതിയ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. ഇതിൽ നിന്നെല്ലാം കൈയിട്ട് വരാനായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ശ്രമങ്ങളിലേക്ക് ഇവർ കടന്നത്. വൻ അഴിമതിയല്ലേ ഇതിൻ്റെ പിന്നെ നടക്കുന്നത്. ഈ ഭരണങ്ങാനം മീനച്ചിൽ താലൂക്കിലെ സർവ്വ ജനങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്തണം, നിത്യരോഗികളാക്കണം. അതുകൊണ്ട് ആ മരുന്ന് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഇവർക്ക് ജീവിക്കണം. മരുന്ന് വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഇതുകൊണ്ട് ഉള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ രോഗങ്ങൾ കൂടും. രോഗങ്ങൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ, അതുപോലെ തന്നെ ശ്വാസമുട്ട്, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, അറ്റാക്ക്, അങ്ങനെയുള്ള അസുഖങ്ങൾ വ്യാപിച്ചു കഴിയുമ്പോഴത്തേനും ഇതുകൊണ്ട് സർക്കാർ സമ്പന്നന്മാരാകും. അല്ല, ചില ഉദ്യോഗസ്ഥരും ചില നേതാക്കളും ചില വ്യക്തികളും അതീവ സമ്പന്നരാകും. നമ്മുടെ നാട്ടിലെ നാട് നശിക്കും, കുടിവെള്ള സ്രോതസ്സുകൾ നശിക്കും. ജനങ്ങൾ വീണ്ടും കാളവണ്ടി യുഗത്തിൻ്റെ അപ്പുറത്തേക്ക് പുറകോട്ട് യാത്ര ചെയ്യും. തീർച്ചയായിട്ടും. അതായത് മദ്യം, ലോട്ടറി, മരുന്ന് വ്യവസായം, അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ സർക്കാരിന് തന്നെ വരുമാനമാർഗമുള്ളത്? പറമ്പരം കൂട്ടി, തിരക്കരം കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, എല്ലാ രീതിയിലും സമസ്ത മേഖലയിലെല്ലാം കൂട്ടി. ഇനി അതെല്ലാം മനുഷ്യൻ സഹിച്ചു, എന്നിട്ടും മനുഷ്യൻ പിടിച്ചു വന്നു. ഇപ്പോൾ ഇതുപോലെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെയുള്ള വ്യവസായ ഫാക്ടറികൾ കൊടുക്കുക, അതിനുള്ള അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ പടരാനായിട്ടല്ലേ, ഈ നാട് നശിക്കാനായിട്ടല്ലേ? ജനങ്ങളോട് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ സർക്കാരിനുണ്ടോ? തീർച്ചയായിട്ടും. ഓൾറെഡി ഈ ഭരണങ്ങാനം മീനച്ചിൽ താലൂക്ക് മൊത്തം ആർക്കും തീരെഴുതി വിറ്റുപോയ ഒരവസ്ഥയിലാണ്. കാരണം ഇവിടെ തന്നെ ഇപ്പം 1-2 സ്ഥലത്തായിട്ട് 150 ഏക്കറോ അതിന് മുകളിലെ ഏക്കറുകൾ 2-3 മല ആൾക്കാരെ ഒഴിപ്പിച്ച് അതെല്ലാം കോറി മാഫിയ വാങ്ങി എല്ലാം പൊട്ടിക്കാനുള്ള പ്രാരംഭ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തീരുമ്പോഴത്തേനും പരിസ്ഥിതി വലിയ വലിയ മലകളും എല്ലാം ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുക.
ഇങ്ങനെയുള്ള ഫ്ലൈറ്റ് ഫാക്ടറികൾ വരുന്നതിൽ നമുക്കൊരു എതിർപ്പില്ല. പക്ഷേ അത് ജനനിബിഡമല്ലാത്ത സ്ഥലങ്ങൾ, ജനവാസം ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർക്ക് ചെയ്യാൻ മേലെ, വ്യവസായ പാർക്കുകളായിട്ട് അവർക്ക് ചെയ്യാൻ മേലെ. തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് തന്നെ ഓരോ ജില്ലയിലും 10,000 ഏക്കർ സ്ഥലമുണ്ടല്ലോ. സർക്കാരിന് സ്ഥലം തന്നെയുണ്ട്. അത് ഒരു വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ച് ആധുനിക രീതിയിൽ ഈ ഫാക്ടറികളെല്ലാം അവിടെ വരുത്താം. അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് ദ്രോഹമില്ല, ജനങ്ങളെ സുരക്ഷിതരാക്കാം. കുടിവെള്ള സോഴ്സിൻ്റെ അടുത്തോടെയാണ് ഇതെല്ലാം ചെയ്താക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മലിനജലങ്ങൾ, ഇങ്ങനെയുള്ള മലിനജലം തോട് വഴി നദികളിലേക്ക് ഒഴുകി അങ്ങനെ നമ്മുടെ നാടിനെ എല്ലാ രീതിയിലും കാർന്നു തിന്നുന്ന രീതിയിൽ, രോഗങ്ങൾ കൊണ്ട് കാർന്നു തിന്നുന്ന രീതിയിലേക്കല്ലേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷിതത്വം കൊടുക്കാതെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് ഈ നാട്ടിൽ നോക്കിയാൽ അറിയാം. കൂണ് പോലെയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മുളച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ പാലായിൽ, മീനച്ചിൽ, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു ചെറിയ സിറ്റിയിൽ പോലും വൻ ഹോസ്പിറ്റലാണ് പണിതുകൊണ്ടിരിക്കുന്നതും. എന്തൊരവസ്ഥയാണ് അവിടെ. ഏത് വഴിക്ക് പോയാലും ഹോൺ മുടക്കിക്കൊണ്ട് പോകുന്ന ആംബുലൻസ്. ഇനിയിപ്പോൾ വരാൻ പോകുന്നതോ രോഗികളുടെ നാടായി മാറും നമ്മുടെ കേരളം. അങ്ങനെ ഈ കേരളത്തിലുള്ള സർവ്വ ജനങ്ങളെയും രോഗികളാക്കി മാറ്റുക. അല്ലാത്തവർ, ജീവൻ വേണ്ടവർ വിദേശ രാജ്യങ്ങളിലേക്ക് പൊക്കിയോളുക. ജോലി വേണ്ടവർ പോകണം, ജീവിക്കേണ്ടവർ പോകണം. ഈ കേരളത്തിൻ്റെ എല്ലാ ആൾക്കാരും ഇതുപോലെ ഒഴിവാക്കി വിടുക. എന്നിട്ട് ഈ ഭൂമി മൊത്തം ആർക്കാ? നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മന്ത്രിമാർ, MLA മാർ, ഇവരൊക്കെ ശരിക്കും പറഞ്ഞ് ജനങ്ങൾക്കിട്ട് നല്ല പണിയല്ലേ വെച്ച് കൊടുക്കുന്നത്. ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വം അവർ കൊടുക്കുന്നത്? ഇവരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അല്ല, ഇവർ വികസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ ഉദ്യോഗസ്ഥരെല്ലാം വികസിച്ചുകൊണ്ടിരിക്കുക. ഏക്കർ കണക്കിന് സ്ഥലം, കൊട്ടാരം പോലെ വീട്, AC കാറുകൾ, വൻ സുഖസൗകര്യങ്ങളാണ്. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താ പറ്റുന്നത്? ജനങ്ങൾ വീണ്ടും താഴേക്ക് പോയി പണ്ടത്തെ അവസ്ഥയിൽ പണിയെടുത്താൽ കഞ്ഞി കുമ്പിളി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഒരു അടിമകളെ പോലെ താത്തിക്കൊണ്ടാണ്. ഇങ്ങനെയൊരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ വേണം. എങ്കിലേ ഇവരെ കൊണ്ട് ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ കഴിയും. ഉത്തരേന്ത്യയിലേക്ക് കാണാൻ പാടില്ലേ ഇപ്പോഴും അവിടുത്തെ അവസ്ഥ എന്നാ? ജന്മിമാരുടെ പറമ്പിൽ അവർ കൊടുക്കുന്ന കൂലിയും കൊടുത്ത് നേരം വെളുക്കുമ്പോൾ 6 മണിക്ക് പണിക്ക് കയറുക, രാത്രി ഇരുട്ടുമ്പോൾ ഇറങ്ങുക, തുച്ഛമായ വേതനം. നമ്മുടെ നാട്ടിലെ രോഗങ്ങൾ കുമിഞ്ഞു കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ അവസ്ഥ നമുക്കും വരും. തീർച്ചയായിട്ടും. അല്ല, ഒരു അസുഖങ്ങൾ തന്നെ വന്നു കഴിഞ്ഞു. ഒരു കുടുംബത്തിലൊരു എന്തെങ്കിലും ഒരു മാരക രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുടുംബം മൊത്തത്തിൽ താറുമാറായി പോയില്ലേ. ഒരാൾക്കൊരു ചെറിയ രോഗം വന്നാൽ പോലും ഇപ്പം താങ്ങാൻ പറ്റും. ഒരു കർഷകരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുമോ? ഒരു കർഷകനെ സംബന്ധിച്ച് ഇപ്പം 4 കൂലി പണിക്കാരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുമോ? 3 നേരം ഭക്ഷണം കഴിക്കാൻ പാടുപെടുക. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ ഒരു കാര്യം കൂടെ ചെയ്തു, ദാരിദ്ര്യം ഇല്ലാതെയാക്കി. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ദുരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇവർ എല്ലാം അറിയാം, പക്ഷേ ഒന്നും അറിയത്തില്ല എന്ന രീതിയിൽ ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അങ്ങനെയാണ്. അവർ ഇപ്പോഴും ഒരു 50-60% എന്തെങ്കിലും വന്നൊരു വരട്ടെ പോട്ടെ, എനിക്ക് പറ്റത്തില്ല, ആരും ഇറങ്ങുന്നില്ല ഇതിന് പ്രതിഷേധമായിട്ട്. എന്നാൽ ചില മേഖലകളിൽ, ആ വടക്കൻ മേഖലകളിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ടെങ്കിലോ വന്നത് മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഒറ്റ മനുഷ്യനവിടെ വരികയില്ല. ശരിയാണോ? തീർച്ചയായിട്ടും. നമ്മുടെ ഈ പാലാ ഈ പുണ്യഭൂമിയായ ഭരണങ്ങാനത്തെ മാത്രം ഇങ്ങനെ ഇത് പിടികൂടുന്നതിൻ്റെ ഒരു കാരണമാണ് മനസ്സിലാവുക. ഈ നാടിനെ നശിപ്പിക്കുക. മീനച്ചിൽ, ഭരണങ്ങാനം, പാല, പെരുമ്പാവൂർ ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ഫാക്ടറികളാണുള്ളത്. ആ പ്രദേശത്തെ മൊത്തം കാർന്ന് തിന്നാനായിട്ട്, ആ നാടിനെ മൊത്തം നശിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള ഈ ഫാക്ടറികൾ വന്ന കാരണമാണ് അവിടെ അന്യദേശ തൊഴിലാളികൾ ക്രമാതീതമായിട്ട് സെറ്റിലായത്. ഇപ്പോഴവിടെ എന്താ നടക്കുന്നത്? കഞ്ചാവ്, മയക്കുമരുന്ന്. ഓൾറെഡി ഇവിടെ തുടങ്ങിയ ആ വലിയ കാവുംപുറം അവിടെ നിന്ന് കിലോ കണക്കിന് കഞ്ചാവാണ് പിടിച്ചത്. എന്നിട്ട് ആ കേസൊക്കെ എവിടെ പോയി? ആരെ പിടിച്ചു? കഞ്ചാവ് പിടിച്ചു എന്നല്ലാതെ കൊണ്ട് ആ കേസൊക്കെ എവിടെ പോയി? എന്തായി? ഏതെങ്കിലും ഒരു ചാനലിലോ വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിലൊരു 100 ഗ്രാം, ഒരു 10 ഗ്രാം ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചാൽ അവനെ സർവ്വ ചാനലിലും കാണിക്കും, അവനെതിരെ കേസ്. വാർത്താ മാധ്യമ ചാനലുകാരെല്ലാം ഇത് പൈസ മേടിച്ചിട്ട് ഈ കേസ്, ഈ ഏരിയയിലെ ഈ 44ഓളം ഫ്ലൈറ്റ് ഫാക്ടറികൾ ഇവിടെ തുടങ്ങാൻ പോകുന്നു. ഈ പ്രവൃത്തികളെല്ലാം ഇപ്പം ആ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ ഏരിയയുടെ തൊട്ട് ബാക്കി നിന്നിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. തൊട്ട് പുറയിൽ പാടമാണ്. ഇതുപോലെയുള്ള പ്രവൃത്തികൾ ഇവിടെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നിട്ട് വരെ ഒരു വാർത്താമാധ്യമ ചാനലും ഇതിനെ സംബന്ധിച്ചൊരു വാർത്തകൾ എടുക്കുന്നില്ല. കാരണം ഇവർ നന്നായിട്ട് കൈക്കൂലി മേടിച്ചു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല. വേണ്ടപ്പെട്ട വലിയ വലിയ അധികാരികൾക്ക് ഇവർ
നല്ല രീതിയിലുള്ള പൂപ്പൽ പിടിച്ച നോട്ടിൻ്റെ കെട്ടുകൾ കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല അല്ലേ സി? തീർച്ചയായിട്ടും അതെ. കാരണം ആരും ഒന്നും അറിയുന്നില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ശരിയല്ലേ? ഈ ഭാഗത്തുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്ക് സമരമോ അതുപോലുള്ള ഒരു മാർഗം ചെയ്യാൻ സമാധാന പ്രിയരായി ഭക്തിപൂർവ്വം ഒരു ഭക്തിയുടെ നാടായിട്ട് വാണുകൊണ്ടിരുന്ന ഒരു നാടായിരുന്നു ഇത്. നമ്മുടെ പാല, ഭരണങ്ങാനം, മീനച്ചിൽ താലൂക്ക്, രാമപുരം, കോട്ടയം, ഈ പ്രദേശങ്ങൾ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. സൈലൻ്റായിട്ട് സമാധാനപരമായ ഏരിയ ആയിരുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു കലാപമോ അല്ലെങ്കിൽ ഗുണ്ടാക്രമോ ഒരു രീതിയിലുള്ള അക്രമമോ ഇവിടെ ഇല്ലായിരുന്നു. നിയമങ്ങളെല്ലാം ഇവർ കാറ്റിപ്പറത്തി. ഇത് കാറ്റിപ്പറത്തി പുറത്തു നിന്നുള്ള ഏതാനും ചിലർ ഇവിടെ കടന്നു വന്ന് ശബരിമല ഇരുന്ന സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് എഴുതി കൊടുത്ത അതേ അവസ്ഥയിലേക്ക് തോടുകളും അതുപോലെ തന്നെ ജലസ്രോതസ്സായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ അതിലെല്ലാം തിരുത്തലുകൾ വരുത്തി. അതായത് കുടിവെള്ള പദ്ധതികൾ ഇത്ര മീറ്ററിന് ഉള്ളിൽ നിന്ന്, അതായത് പുഴയോ തോടാണേലും അതിൻ്റെ അതിർത്തി പ്രദേശത്ത് നിന്ന് ഇത്ര മീറ്റർ വലിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെല്ലാം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവരെല്ലാം തിരുത്തി എഴുതി. ശബരിമല സംഭവിച്ച പോലെ തന്നെ സ്വർണം ചെമ്പാക്കി തിരുത്തി എഴുതിയ പോലെ തന്നെ ഉപഗ്രഹം വഴി സർവേ നടത്തും. എന്നിട്ട് AC മുറിയിലിരുന്ന് റൗണ്ട് വരയ്ക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗം പരിസ്ഥിതി ലോലം, അപ്പുറേ റെഡ് സോൺ. ഈ നാടിനെ ഒറ്റിക്കൊടുത്തതിന് തുല്യമായില്ലേ? പിന്നെ ആയില്ലേ? ഇതിലൊക്കെ അവർക്ക് വരണ്ടല്ലോ, ജനങ്ങളെ കാണണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ ആരൊക്കെയോ ഇത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഈ നാടിനെ നശിപ്പിക്കാനായിട്ട്, ഈ നാടിനെ നശിപ്പിക്കാനായിട്ട്, പിന്നെ ഭരണങ്ങാനത്തെ സർവ്വ ഐശ്വര്യത്തെയും കളയാനായിട്ട്. സിജിയെ, കേരളത്തിലുടനീളം ഇതുപോലെ തന്നെ ഫ്ലൈവുഡ് ഫാക്ടറികൾ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഒരു വാർത്താ ചാനലിന് വരാത്ത സ്ഥിതിക്ക് മറ്റുള്ള ജില്ലകളിൽ ഇതുപോലെ തന്നെ ഉണ്ടായെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? ഇതിപ്പം പെരുമ്പാവൂർ എന്ന നഗരത്തെ, അവിടുത്തെ ജനങ്ങളെ, അവർക്ക് മണ്ണിനെ, വായുവിനെ എല്ലാം മലിനമാക്കി നിത്യരോഗികളാക്കി. ഇനി ഒരു 100 വർഷം കഴിഞ്ഞാലും പഴയ ഒരു സ്ഥിതിയിലേക്ക് തിരിച്ചു വരുമോ? സംശയമാണ്. ഒരിക്കലും വരില്ല. ഇനിയിപ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക്, അതും ഇതെല്ലാം വളരെ രസാകരം എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലകളിലാണിത്. ഏറ്റവും നല്ല ഭൂമി കണ്ണായ ഭൂമിയിലാണ്. വേനക്ക് പോലും ഇവിടെ വെള്ളം പറ്റുന്നില്ല എന്ന് പറഞ്ഞേ ഈ അരുവിയിലെ ഇത്രയും സമൃദ്ധമായ ഈ ഭൂമിയിൽ വന്ന് ഇത് തുടങ്ങിയാൽ അതിൻ്റെ ദുരന്തം വലിയകാവുംപുറത്ത് കണ്ട ഈ വെള്ളത്തിൽ കുളിച്ച ആ ചേട്ടൻ്റെ പുറമെല്ലാം ചൊറി പോലെ വന്ന് അതിനുവേണ്ടി ചികിത്സിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിക്കുന്നു. അവിടുത്തെ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾക്കൊരു പരാതി കൊടുത്തത് പൂട്ടിക്കാൻ പാടില്ലേ? അവർക്കും അറിയാം ആരാണ് ഇതിൻ്റെ പിന്നിൽ. ഇത് തീർച്ചയായിട്ടും ഇതേക്കുറിച്ചൊരു നല്ല അന്വേഷണം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. ഇപ്പം സിജി, നമുക്ക് ഈ കേരളത്തിലുടനീളം ഇതുപോലെ തന്നെ ഫ്ലൈവുഡ് ഫാക്ടറികൾ കൂണ് പോലെ മുളച്ചിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? കാരണം ഇതൊരു വാർത്താ ചാനലൊന്നും ഇടപിടിച്ചിട്ടില്ല. നമ്മൾ ഒത്തിരി തിരക്കിയതിന് ശേഷം ഇവിടെയുള്ള നാട്ടുകാർ നമ്മുടെ ചാനലിലേക്ക് റിപ്പോർട്ട് ചെയ്ത പോലെ നമുക്ക് ഇവിടുത്തെ ഉള്ള ഇത്ര ഭീകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. പിന്നെ ഇവിടെ ചില ഫ്ലൈവുഡ് ഫാക്ടറി ആയിട്ടും പിന്നെ ഷീറ്റിൻ്റെ ഫാക്ടറി ആയിട്ടും പിന്നെ മറ്റേ കോറി മാഫിയയ്ക്ക് വേണ്ടി ഏക്കർ മലകളാണ്, 3-4 മലകൾ തിരിച്ച് കൊടുത്തിരിക്കുക. അതായത് ഒരു പ്രകൃതിയെ മൊത്തം തകർക്കുക. കുന്നുകൾ നിരന്ന് സമതലങ്ങൾ കുന്നുകളാവുന്നൊരു വാക്യങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2 വർഷം കൊണ്ട് രോഗികൾ ക്രമാതീതമായിട്ട് ക്യാൻസർ വന്ന ആൾക്കാർ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ പിടിച്ചവർ, അറ്റാക്ക് പേഷ്യൻറ്റുകൾ, ഇപ്പോൾ ചെറുപ്പക്കാർ വരെയുടെ 10, 25, 40 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ വരെയുടെ ഒരു കാരണമില്ലാതെ പെടഞ്ഞു വീണ് മരിക്കുകയാണ്. രാത്രി കിടന്നു കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴും എണീക്കുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോയേക്കുക. ഇപ്പം പച്ചക്കറികളാണേലും നിത്യോപയോഗ സാധനങ്ങളെല്ലാം വിഷമയമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ആരോഗ്യവകുപ്പ് നമ്മുടെ നാട്ടിൽ ഒരിടത്തും യാതൊരു പരിശോധനയും അവരൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്. ആരോഗ്യവകുപ്പൊക്കെ ക്രമാതീതമായിട്ട് അസുഖങ്ങൾ പെരുകുന്നു. അതുകൂടാതെയാണ് ഇതുപോലെ തന്നെ തൊട്ട് പുറയിൽ കാണുന്ന ഫ്ലൈവുഡ് കമ്പനികൾ ഇതുപോലെ തന്നെ പ്രവർത്തനം തുടങ്ങും. ഇവിടെ ഒരു 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പുക പൊങ്ങാൻ തുടങ്ങും. ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ചൊറിച്ചിൽ, ബുദ്ധിമുട്ടുകൾ, തോട്ടിലുള്ള മീനുകളെല്ലാം ചത്തുപോകും. അങ്ങനെ വളരെയധികം ക്ലേശങ്ങൾ ഈ നാട്ടുകാർ അനുഭവിക്കാൻ പോകും. അപ്പം നമ്മൾ ഇപ്പം ഇത് 3ാമത്തെ സ്ഥലമാണ് ഈ അഞ്ഞൂറ്റിമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതിനു മുമ്പ് നമ്മൾ 2 സ്ഥലങ്ങൾ നമ്മൾ പോയിരുന്നു. ഏറ്റവും ആദ്യം ഞങ്ങൾ പോയത് ഇവിടെ ചെങ്കുളത്ത് അകുലക്കുന്നം പഞ്ചായത്തിൽ
കിടാക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യം ഞങ്ങൾ അവിടെ പോയി വീഡിയോ ഇട്ടിരുന്നത്. അതിനോടനുബന്ധിച്ച് നാട്ടുകാരെല്ലാം അവിടെ കൂടി പ്രക്ഷോഭണങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തി. അവിടെ അടിയന്തര ഗ്രാമസഭ കൂടുകയും ഇത് ജനങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്നുള്ള രീതിയിലേക്ക് പഞ്ചായത്ത് സെക്രട്ടറിനെ ബോധിപ്പിച്ചു. അവർ സ്റ്റോപ്പ് കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്ന് അതിനുശേഷം ഞങ്ങൾ വന്ന് വലിയ കാവുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയും 2ഓളം ഫാക്ടറികൾ ഈ വലിയ കാവുംപുറത്ത് ഭരണങ്ങാനം പഞ്ചായത്തിൻ്റെ ഉൾഗ്രാമമായ വലിയ കാവുംപുറത്ത് 2ഓളം ഫ്ലൈവുഡ് ഫാക്ടറികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമത് വന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ബാക്കി വശത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്താണേലും ഇതിനൊരു അറുതി വനം 44 സ്ഥലങ്ങളിൽ ഫ്ലൈവുഡ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രീതികളാണ്. അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സ്ഥലം എടുത്തിരിക്കുന്നത് 3ഓളം സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ നാട് ഈ ഭരണങ്ങാനം എന്ന പ്രകൃതി സുന്ദരമായ ഈ ഭൂപ്രദേശം എന്താണേലും രോഗങ്ങൾ കൊണ്ട് വലയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തി ഇത് പ്രതിരോധിക്കുക. അത് മാത്രമേ മാർഗമുള്ളൂ. നിങ്ങളാണ് നമ്മുടെ നാട്, നമ്മുടെ കാരണവന്മാരായിട്ട് കഷ്ടപ്പെട്ട് വേർപ്പൊഴുക്കി ഒരു കുട്ടികൾക്ക് പോലും ഒരു കാലിൽ ഒരു മുള്ള് കൊണ്ടുള്ളുമ്പോൾ വിഷമം അനുഭവിക്കുകയും അതിനു വേണ്ടിയിട്ട് അതിനെ ഓർത്ത് വേവലാതി എടുക്കുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട്. ഭാവനസുന്ദരമാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോഡ്സ് ഓഫ് കൺട്രി എന്നാണ് അറിയപ്പെടുന്നത് പുറം നാടുകളിലേക്ക്. നമ്മുടെ ഈ നാട് സ്വർഗീയ തുല്യമായി ഈ നാട് നശിപ്പിക്കാനുള്ള പ്രവർത്തന പദ്ധതികളുമായിട്ടാണ് നമ്മുടെ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി നിയമങ്ങളെല്ലാം ഇവർ പൊളിച്ചെഴുതി ഇവരുടേതായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ നാട് നശിപ്പിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം മാത്രം ഇവർ കൈക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്തിൽ കൂടെയും ഇതുപോലെയുള്ള ഫ്ലൈവുഡ് ഫാക്ടറികളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, എന്താണേലും വളരെ ശോകം, വളരെ വിഷമം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ നാട്ടിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചത്. പ്രത്യേകിച്ച് ഈ ഭരണങ്ങാനം പ്രദേശത്തു നിന്നും അതുപോലെ തന്നെ മീനച്ചിൽ താലൂക്കിൻ്റെ ചുറ്റുവട്ടത്ത് 44ഓളം ഫ്ലൈവുഡ് ഫാക്ടറികൾ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മളെ ഭയചകിതരാക്കുന്നു. വരും നാടുകളിലേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇനി പോകാനുള്ള 40ഓളം സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇത് വളരെ ആപത്തും ഭീഷണികളും ഒക്കെ ഉളവാക്കുന്നതാണ്. ഇപ്പോൾ തന്നെ വളരെയധികം ഭീഷണികൾ കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയുന്നു, ഇത് അടച്ചു പൂട്ടുന്നിടം വരെ ശക്തമായ പ്രക്ഷോഭണങ്ങളും കാര്യങ്ങളുമായിട്ട് നാട്ടുകാർക്കൊപ്പം ഈ ചാനൽ ഡിക്റ്റേറ്റീവ് ന്യൂസ് കേരള അതുപോലെ ഹാർഡ് ഫാമർ എന്ന ചാനൽ കൂടെ സിജോയും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇപ്പോൾ ഞങ്ങളെ വേണമെങ്കിൽ അപായപ്പെടുത്താം, പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള അനേകം നൂറുകണക്കിന് ആയിരക്കണക്കിന് സിജോനെ പോലെ പോരാടുന്ന ലക്ഷങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യും. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള എല്ലാ കാര്യങ്ങളിലേക്കും കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നിർത്താമെന്ന യാതൊരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ കടക്കണ്ട. കാരണം ഞങ്ങളെ ഇപ്പം നിങ്ങൾ കൊന്നു കളഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഈ പ്രസ്ഥാനം പൂട്ടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? ഇതേക്കുറിച്ചെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണം. ഇത്രയധികം ജനങ്ങൾ എതിർത്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ കണ്ണടച്ച് മൗന സമ്മതത്തോടു കൂടി എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് ഇത് വീണ്ടും തുടങ്ങാനുള്ള അനുമതി നൽകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ അവർ കേസെടുക്കുന്നില്ല, അവർ മർദ്ദിച്ചാൽ നമ്മൾ തന്നെ കണ്ടതാണ്. ഭരണങ്ങാനം പഞ്ചായത്തിലെ ഒരു 70 വയസ്സുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്നെ മർദ്ദിച്ചു എന്നും പറഞ്ഞ് പല പോലീസിൽ പരാതി കൊടുത്തപ്പോൾ കയ്യും കൊണ്ടല്ലേ മർദ്ദിച്ചുള്ളൂ, അതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല, ആയുധമൊന്നും ഉപയോഗിച്ചില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഏരിയ വന്നപ്പോൾ ഇവിടെയുള്ളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച ഒരു പഞ്ചായത്ത് മെമ്പർ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ പുള്ളിനെ പീഡനത്തിനകത്താക്കിയെന്നാണ് പറഞ്ഞത്. ജനങ്ങളോട് ഇത് വന്ന പോരായ്മകളെക്കുറിച്ചും വരും ഭാവിയിൽ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ രോഗങ്ങളെക്കുറിച്ച് പുള്ളി നാട്ടുകാരെ പറഞ്ഞ് ബോധവൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ പുള്ളിയുടെ പേർക്ക് കള്ളക്കേസ് കൊടുത്തു. അതുപോലെ തന്നെ പുള്ളിയുടെ കൂടെ നിന്ന 4ഓളം പേർക്കും കേസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതാ കേസ് ഭയങ്കര രസമാണ്. കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു, ആംഗ്യ ഭാഷയിൽ അപമാനിച്ചു. എന്തൊരു വിരോധാഭാസമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഏറ്റവും അവസാനം വന്നെത്തുന്നത് ഈ ഒരു കേസിലാണ്, അപമാനം. നേരെ ഞങ്ങൾ വീഡിയോ ക്ലോസ് ചെയ്യുന്നു. വരും നാളുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി സത്യസന്ധമായ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.
സിജോ സിജി.